ഹായ് എല്ലാവർക്കും നമ്മുടെ ഫാലിമി ഡയറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു അമ്പല ദർശനത്തിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം ചെന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ്. അമ്പലത്തിലെത്തിയ ശേഷം ആദ്യം നമ്മൾ കുളത്തിലേക്കാണ് പോയത്. കാലൊക്കെ കഴുകി അമ്പല ദർശനം നടത്താമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കുളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഞങ്ങൾ രാവിലെ ഒരു 7:30 ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. ഞങ്ങൾ പുലർച്ചെ തന്നെ KSRTC അവിടെ സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ റൂം എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ നിന്ന് ഇത്തിരി ദൂരെ അമ്പലത്തിക്കുള്ളൂ. സ്റ്റാൻഡിൻ്റെ ഭാഗത്തായിട്ട് റൂം എടുക്കാനാണെങ്കിൽ അത്യാവശ്യം ഒരു 1500-2000 ആ ഒരു റേഞ്ചിൽ റൂം അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെ നിന്ന് ഒരു ഇത്തിരി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും റൂംസ് ഒരുപാടുണ്ട്. അവിടെയൊക്കെ 800-700 ആ ഒരു റേഞ്ചിൽ നമുക്ക് റൂം കിട്ടും. അവിടെ നിന്ന് റെഡി ആയിട്ടാണ് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത്. അവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സും ഉണ്ട് അമ്പലത്തിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോയ്ക്കാണെങ്കിൽ 50 രൂപയാണ് വരുന്നത്. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ഒരാഴ്ചയായിട്ട് എന്തോ ഉത്സവം പോലെ നടന്നു വരികയായിരുന്നു. ഞങ്ങൾ എത്തിയ ടൈമിൽ കറക്റ്റ് ആനേനെ തിടമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് നിന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കും ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നത് ലൈറ്റും അതുപോലെ തന്നെ തോരണങ്ങളൊക്കെ പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെ പുതിയ രീതിയിലുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫുള്ള് കുരുത്തോലയും അതുപോലെ തന്നെ പൂവും തുളസിയും മാവിൻ്റെ ഇലയൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു. അത് ഭയങ്കര ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഡെക്കറേഷനാണെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലെ കുരുത്തോല കൊണ്ട് ഉണ്ടാക്കിയ 2 മയിലുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിപ്പോൾ ഈ കാണുന്നതാണ് അമ്പലത്തിലേക്ക് നിൽക്കാനുള്ള ക്യൂ. നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ചുറ്റെടുക്കാൻ നിന്നു. അപ്പോൾ അവിടെ നാഗത്തറയുടെ അവിടെ പുള്ളുവാമ്പാട്ടും പാടുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ അതും കേട്ട് നിന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങാൻ രസീത് എടുക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. ഈ അമ്പലത്തിൽ വരുമ്പോൾ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ കേസ് മാത്രമായിരുന്നു. കാരണം അമ്മ അത്രയ്ക്കധികം പറഞ്ഞ് കൊതിപ്പിച്ചിട്ടുണ്ട് കൊട്ടാരക്കരയിൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് 2 പാക്കറ്റ് ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം അധികമാണ്. ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ നല്ല നെയ്യിൻ്റെയും പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് നല്ല രസമാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഉണ്ണിയപ്പം അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ നെയ്യിൻ്റെയും പഴത്തിൻ്റെ ഒന്നും ടേസ്റ്റ് അത്രയ്ക്ക് ഫ്ലേവറായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഒരു നോർമൽ ഉണ്ണിയപ്പത്തിൻ്റെ പോലെയൊക്കെ തന്നെ തോന്നിയത്. എനിക്കിതിനേക്കാളും ഇഷ്ടമായത് വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പം. അതിനിപ്പോൾ എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാത്രമായിരിക്കും ഇങ്ങനെ. എന്തായാലും കുഴപ്പമില്ല. ഞങ്ങളത് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വേറെ എഴുന്നള്ളിപ്പ് വരുന്നുണ്ടായിരുന്നത്. ആ സൈഡിൽ നിന്ന് ഫ്രണ്ടിലായിട്ട് ചെറുതായിട്ട് മേളവും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ താലെടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. ഞങ്ങളിതിപ്പോൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് വന്നത് കൊട്ടാരക്കര അമ്പലത്തിലേക്കാണ്. ഇനി ഇവിടെ നിന്ന് വേറെ 2-3 അമ്പലത്തിലേക്കും കൂടി പോകാനുണ്ട്. അതുപോലെ തന്നെ ഇനിയും വിഷ് ലിസ്റ്റിൽ കുറേ അമ്പലങ്ങൾ പോകാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഇതെന്തായാലും ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അത് കുറേ തെറ്റൊക്കെ ഉണ്ടാവും എന്നറിയാം. ഇനി അത് ചെയ്ത് വേണം ഓക്കെ ആക്കി കൊണ്ടുവരാനായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മണികെട്ടണ അമ്പലത്തിലേക്കും അമ്പലപ്പുഴയ്ക്കൊക്കെ പോകാനായിട്ടാണ് പ്ലാൻ ഉള്ളത്. അമ്പലപ്പുഴയിൽ എത്തുമ്പോഴത്തേനും പായസം തീർന്നു പോകുമെന്ന് ഇനിയൊരു വിഷമമുള്ളൂ. കൊട്ടാരക്കരയിൽ ഉണ്ണിയപ്പത്തിൻ്റെ പൂതി എന്തായാലും കഴിഞ്ഞു. ഇനി അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊതിച്ചിരിക്കുന്നത്. കിട്ടുമെന്നറിയില്ല. അവിടെ ചെന്നിട്ട് സമയത്തിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് വേണം. മണികെട്ടി അമ്പലത്തിൽ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് ഒരു വട്ടം. ഇതപ്പോൾ 2ാമത്തെ വട്ടവും. പക്ഷേ കൊട്ടാരക്കരയ്ക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. മണികെട്ടി അമ്പലത്തിൽ പോയിട്ട് അന്ന് ഞങ്ങൾ അവിടുത്തെ നേർച്ചയുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്തായാലും പോയിട്ട് അടുത്ത നേർച്ചയും അതുപോലെ തന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ ഇതുപോലെ അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു എഴുന്നള്ളിപ്പ് അങ്ങോട്ട് നീങ്ങേൻ്റെ പിന്നാലെ തന്നെ ഞങ്ങൾ നടന്നു. ഇനി ഇവിടെ നിന്ന് നടന്ന് കയറിയിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് മണികെട്ടണ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അത് കേൾക്കാൻ അതുപോലെ തന്നെ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങളത് കേൾക്കാനായിട്ട് നിന്നില്ല. നമ്മൾ ഓൾറെഡി അമ്പലത്തിലേക്ക് വരുമ്പോൾ തൊട്ട് അത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കും
എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വൈകാണ്ട് തന്നെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അടുത്തുള്ള കടയിൽ തന്നെയായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ സർവീസ് ഒട്ടും കൊള്ളില്ലായിരുന്നു. വെറുതെ കയറി വന്നിട്ട് ചീത്ത പറയുക, അതുപോലെ തന്നെ ഫുഡ് തരാനൊക്കെ ഒരുപാട് ലേറ്റ് ആവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ചായ കുടിച്ചിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ യാത്രയുടെ വിശേഷം. കണ്ടു നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി.